എല്ലാവർക്കും നമസ്കാരം. നാരായണീയം ദശകം 3 ശ്ലോകം 7. വിധൂയ ക്ലേശാന്മേ കുരുചരണയുഗ്മം ധൃതരസം ഭവത്ക്ഷേത്രപ്രാപ്തോ കരമപി ച തേ പൂജനവിധോ പവന്മൂർത്തിയാലോകേ നയനം അധ തേ പാദത്തുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണം അഭിതേ ചാരുചരിതേ. ഇവിടെ ആചാര്യൻ ഗുരുവായൂരപ്പനോട് അപേക്ഷിക്കുകയാണ്. അവയവങ്ങളെല്ലാം, അദ്ദേഹത്തിൻ്റെ ശരീരഭാഗങ്ങളെല്ലാം ഭഗവാന്റെ സേവനത്തിന് പ്രാപ്തി അല്ലെങ്കിൽ താല്പര്യമുള്ളതാക്കി തീർക്കുന്നതിന് കൃപ ചൊരിയണമേ എന്ന്. ഇങ്ങനെയാണ് പറയുന്നത്. ഭഗവാനെ ഗുരുവായൂരപ്പ, എൻ്റെ രോഗക്ലേശങ്ങളെ ഇല്ലാതെയാക്കി അങ്ങയെ സേവന രതിക്ക് അർപ്പിക്കുവാൻ അല്ലെങ്കിൽ അങ്ങയെ സേവിക്കുവാൻ വേണ്ടി എന്നെ അർപ്പിക്കുവാൻ കനിയണമേ എന്ന്. എൻ്റെ സന്താപങ്ങളെ നീക്കി അവിടുത്തെ സന്നിധാനത്തേക്ക് എത്തിക്കുന്നതിന് കാലുകളെ പ്രാപ്തമാക്കണമേ, കൈകളെ അങ്ങയുടെ അല്ലെങ്കിൽ അങ്ങയെ പൂജ ചെയ്യുന്നതിനും, കണ്ണുകളെ ആ മൂർത്തിരൂപം ദർശിക്കുന്നതിനും, കാതുകളെ അങ്ങയുടെ ലീലാകഥകൾ കേൾക്കുന്നതിനും, അങ്ങയുടെ പാദങ്ങളിലെ തുളസീഗന്ധം നുകരുന്നതിനും പ്രാപ്തമാക്കി തരണമേ എൻ്റെ മൂക്കുകളെ എന്ന്, അല്ലെ എൻ്റെ ഘ്രാണത്തെ, എൻ്റെ മണക്കുന്ന കഴിവിനെ എന്നാണ് ആചാര്യൻ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ നവവിധ ഭക്തിയിലെ ശ്രവണം, കീർത്തനം, അർച്ചനം, പാദസേവനം, വന്ദനം തുടങ്ങിയ ഭക്തിയെല്ലാം കൈവരുന്നതിനുള്ള പ്രാർത്ഥനയാണ് ഉള്ളത്. അപ്പോൾ നമ്മളും അതുതന്നെയാണ്, ഭഗവാന്റെ ഭക്തരായിട്ടുള്ള ഭഗവാന്റെ ദാസനായിട്ടുള്ള നമ്മളും അതുതന്നെയാണ് ഇവിടെ പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഭഗവാനെ പൂജ ചെയ്താൽ, ഭഗവാനെ പ്രാർത്ഥിച്ചാൽ, ഭഗവാനെ സേവ ചെയ്താൽ, ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളിൽ കനിയും. നമ്മുടെ രോഗദുരിതങ്ങളോ നമ്മുടെ ശത്രുദോഷങ്ങളോ നമ്മുടെ എന്തും ആയിക്കോട്ടെ, അതെല്ലാം ഭഗവാനോട് പറയുന്നതിന് മുമ്പ് ഭഗവാൻ അറിയാം നമുക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന പ്രോബ്ലങ്ങളുണ്ട്. അപ്പോൾ ഭഗവാൻ കടാക്ഷിച്ചാൽ, ഭഗവാന്റെ ഒരു നോട്ടമുണ്ടെങ്കിൽ എല്ലാം പൂർണ്ണമായി. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമോ നാരായണായ.